ഗിദെയോൻ ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിനെ മറന്ന് തിന്മ പ്രവർത്തിച്ചു. അവർ ഇതര ദേവന്മാരെ പൂജിക്കുകയും കർത്താവിന്റെ കൽപ്പനകൾ മറക്കുകയും ചെയ്തു. കർത്താവ് അവരെ 7 വർഷത്തേക്ക് മിദ്യാൻകാരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവർ ഇസ്രായേൽ ജനതയോട് ക്രൂരമായി പെരുമാറിയപ്പോൾ ജനം വീണ്ടും കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ടു. കർത്താവിന്റെ ദൂതൻ യോവാശിന്റെ പുത്രൻ ഗിദെയോനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ സർവശക്തിയോടും കൂടി ഇസ്രായേല്യരെ മിദ്യാൻകാരുടെ പക്കൽ നിന്ന് മോചിപ്പിക്കുക. ഗിദെയോൻ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിനൊരുങ്ങി. അവൻ 30,000 ഭടന്മാരെ സംഘടിപ്പിച്ചു. എന്നാൽ 300 ഭടന്മാർ മാത്രം മതിയെന്നായിരുന്നു കർത്താവിന്റെ കൽപ്പന. തങ്ങൾ സ്വന്തം ശക്തിയിലാണ് ശത്രുക്കളെ തോൽപ്പിച്ചതെന്ന് ഇസ്രായേൽക്കാർ വമ്പ് പറയരുതെന്ന് കർത്താവിന് നിർബന്ധമുണ്ടായിരുന്നു. മിദ്യാൻകാരും അമലേക്കരും പൗരസ്ത്യരും ഒന്നിച്ചു കൂടിയിട്ടും ഇസ്രായേലിന്റെ 300 പേര് മാത്രമുണ്ടായിരുന്ന സൈന്യത്തോട് അവർ പരാജയപ്പെട്ടു. കാരണം കർത്താവായിരുന്നു ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്തത്. അബിമെലെക്ക് മുതൽ സാംസൺ വരെ. ഗിദെയോന് ശേഷം പുത്രനായ അബിമെലെക്കാണ് ഇസ്രായേലിന്റെ രാജാവായത്. സ്വന്തം സഹോദരന്മാരായ 70 പേരെ ഒരേ കല്ലിൽ വെച്ച് കൊന്നാണ് അബിമെലെക്ക് അധികാരം സ്വന്തമാക്കിയത്. എന്നാൽ 3 വർഷം മാത്രമേ അബിമെലെക്കിന് അധികാരത്തിൽ തുടരാൻ കഴിഞ്ഞുള്ളൂ. ജനങ്ങൾ രാജാവിനെതിരെ തിരിയുകയും അവരുടെ ആക്രമണത്തിൽ അബിമെലെക്ക് കൊല്ലപ്പെടുകയും ചെയ്തു. ഒരു സ്ത്രീയായിരുന്നു തിരിക്കല്ലിൻ പിള എടുത്ത് എറിഞ്ഞ് അബിമെലെക്കിന്റെ തലയോടുടച്ചത്. അപ്പോൾ അവൻ തന്റെ സേവകനോട്, നിന്റെ വാളൂരി എന്നെ കൊല്ലുകയെന്ന് കൽപ്പിച്ചു. ഒരു സ്ത്രീ തന്നെ കൊന്നുവെന്ന് ലോകം പറയാതിരിക്കാനാണ് അബിമെലെക്ക് അപ്രകാരം ചെയ്തത്. സേവകൻ രാജാവ് പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. അങ്ങനെയായിരുന്നു അബിമെലെക്കിന്റെ അന്ത്യം. അബിമെലെക്കിന് ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ തോലേൽ നിയുക്തനായി. അയാൾ ഇസ്രായേലിലെ 23 വർഷം നയിച്ചു. തുടർന്ന് ഗിലിയാദ്കാരനായ ജായിർ വന്നു. അയാൾ ഇസ്രായേൽ 22 വർഷം ന്യായപാലനം നടത്തി. ഇസ്രായേൽ ജനം വീണ്ടും വിഗ്രഹാരാധകരായി കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. അവിടുന്ന് അവരെ ഫിലിസ്ത്യർക്കും അമ്മോന്യർക്കും ഏൽപ്പിച്ചു കൊടുത്തു. തങ്ങളുടെ ദുരിതങ്ങളിൽ നിന്ന് കർത്താവ് ഇസ്രായേലിനെ വിളിച്ചപേക്ഷിച്ച് അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. ഗിലിയാദ്കാരനായ ജെഫ്തായെ ഇസ്രായേലിന്റെ നേതാവാക്കി. ജെഫ്തായുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ അമ്മോന്യരെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി. 6 വർഷം അവൻ ഇസ്രായേലിനെ ഭരിച്ചു. ജെഫ്തായ്ക്ക് ശേഷം ബത്ലഹേംകാരനായ ഇബ്സാൻ ഇസ്രായേലിന്റെ രാജാവായി. അവനുശേഷം സെബൂലൂൻകാരനായ ഏലോനും പെരഥ്യോന്യനായ അബ്ദോനും ഇസ്രായേൽ ന്യായപാലനം നടത്തി. തുടർന്ന് സാംസണാണ് ഇസ്രായേലിന്റെ ന്യായാധിപനായത്. 20 വർഷം സാംസൺ ഇസ്രായേലിനെ ഭരിച്ചു. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. ആയുധം കൂടാതെ സിംഹത്തെ വരെ കീഴടക്കാൻ മാത്രം ശക്തനായിരുന്നു അവൻ. അവന്റെ മുടിയിലായിരുന്നു അവന്റെ ശക്തി അത്രയും. ഒടുവിൽ ഇത് മനസ്സിലാക്കിയ അവന്റെ ശത്രുക്കൾ ബലമായി അവന്റെ മുടി മുറിക്കുകയും അവനെ കൊല്ലാനായി കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ മുണ്ഡനത്തിന് ശേഷവും അവന്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു. കൊല്ലുവാനായി കൊണ്ടുവന്ന കെട്ടിടത്തിന്റെ തൂണുകൾ തകർത്ത് കെട്ടിടം തകർത്തുകൊണ്ടാണ് സാംസൺ വീണു മരിച്ചത്. കാഴ്ച കാണാനായി എത്തിയിരുന്ന 3000-ലധികം പേർ അവനോടൊപ്പം കൊല്ലപ്പെട്ടു. മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരെക്കാൾ അധികമായിരുന്നു.